എല്ലാ പ്രേക്ഷകർക്കും ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 3 തവണ ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. ആ വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ റീയൂണിയൻ സാധ്യതകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. അതുടൻ സാധിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. ആദ്യം പ്രാവിനെ പൈലായി സ്വീകരിച്ച വ്യക്തികളുടെ റീഡിങ്ങിലേക്കാണ് നാം പോകുന്നത്. ആ വ്യക്തിയുമായിട്ടുള്ള റീയൂണിയന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആ വ്യക്തിയും കൃത്യമായി അത് ആഗ്രഹിക്കുന്നുണ്ട്. ജീവിതത്തിൽ കൂടുതലൊന്നും ആഗ്രഹിക്കാത്ത, കൂടുതലൊന്നും മോഹിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആ വ്യക്തിയുമായിട്ട് ഒരുമിച്ച് ഒരു മുന്നേറ്റി ജീവിതം കൊണ്ടുപോകണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു. പക്ഷേ സൗമ്യമായ ഒരു വഴിയായിരുന്നു നിങ്ങളുടേത്. ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഇടയിൽ ആരെയും ബുദ്ധിമുട്ടിക്കാനോ ആർക്കെന്തെങ്കിലും ദ്രോഹങ്ങൾ ചെയ്യാനോ നിങ്ങൾ ശ്രമിച്ചിട്ടില്ല. ആ വ്യക്തിയും അതുപോലെ തന്നെ. പക്ഷേ ആ വ്യക്തിക്ക് ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് ഒറ്റയ്ക്ക് സാധിക്കാത്ത അവസ്ഥ ഉണ്ടായിരിക്കുന്നു. നിങ്ങളെ കുറിച്ച് ചിന്തിച്ച് നിങ്ങൾക്ക് അനുകൂലമായി തീരുമാനമെടുക്കുന്നതിന് പകരമായിട്ട് ആ വ്യക്തിക്ക് പലപ്പോഴും മറ്റു ചില ആളുകളുടെ വാക്കുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ മറ്റു ചിലരുടെ വാക്കുകൾ കൂടുതലായി കേൾക്കുന്ന ഒരു സ്വഭാവ രീതി ആ വ്യക്തിക്കുണ്ടായിട്ടുണ്ട്. തൽഫലമായിട്ട് ചില തീരുമാനങ്ങൾ നിങ്ങൾക്ക് അനുയോജ്യമായ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആ വ്യക്തിയുടെ അടുത്തു നിന്ന് വന്നില്ല. അത് നിങ്ങളോട് എതിർപ്പുള്ള, നിങ്ങളോട് ദേഷ്യമുള്ള ചില ആളുകളുമായി ആ വ്യക്തിക്ക് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വന്നു. അല്ലെങ്കിൽ അവരുടെ തീരുമാനപ്രകാരം ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നു. സ്വാഭാവികമായിട്ടും ആ തീരുമാനങ്ങൾ അവർ നിങ്ങൾക്കെതിരാക്കി. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുമ്പോഴും നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും കൃത്യമായി നല്ല തീരുമാനങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് അവർ ശ്രമങ്ങൾ നടത്തി. ആ ശ്രമങ്ങൾ ഒരു പരിധിവരെ വിജയിച്ചു. അങ്ങനെ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ഒരു അകൽച്ചയ്ക്കത് കാരണമായി, ഒരു ഗ്യാപ്പ് ഉണ്ടാകാനത് കാരണമായി. ആ ഗ്യാപ്പ് ഉപയോഗിച്ചുകൊണ്ട് ചില ആളുകൾ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും എന്നേക്കുമായിട്ട് പരാജയപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. അത്തരം പ്രവർത്തനങ്ങൾ നിങ്ങൾക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതായിരുന്നു. പക്ഷേ ജീവിതത്തിൽ അത് നടപ്പിലായി എന്നുള്ളതാണ്. അങ്ങനെ മനസ്സിൽ ഇഷ്ടമുണ്ടായിരുന്നിട്ടും മനസ്സിൽ സ്നേഹമുണ്ടായിരുന്നിട്ടും നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ അകലുന്ന ഒരന്തരീക്ഷം ഉണ്ടായി. ഒരുപാട് വിഷമം നിങ്ങൾക്കും ആ വ്യക്തിക്കും അക്കാര്യത്തിലുണ്ടായി. സ്നേഹം ഉണ്ടായിരുന്നിട്ടും പിരിയേണ്ടി വന്ന ഒരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായിട്ട് ഉണ്ടായി എന്നുള്ളതാണ്. അത് നിങ്ങൾ ആഗ്രഹിച്ചതല്ല. നിങ്ങളുടെ വ്യക്തിക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയാത്ത ചില സന്ദർഭങ്ങൾ, അവിടെ മറ്റു ചിലരുടെ പ്രവർത്തനങ്ങളുണ്ടായി, മറ്റു ചിലർ ആ അവസരം ഉപയോഗിക്കുകയൊക്കെ ഉണ്ടായി. അതിൻ്റെ ഫലമായിട്ട് ഒരു അകൽച്ച ഉണ്ടാകുകയും ഇനി ഒരിക്കലും ഒരുമിക്കാൻ കഴിയില്ലെന്നുള്ള ചിന്തയിലാണ് നിങ്ങൾ കടന്നു പോകുന്നത്. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി ഈ ഒരു അകൽച്ച കാലഘട്ടത്തിൽ, ഈ ഒരു വിഷമത്തിൻ്റെ കാലഘട്ടത്തിൽ തനിക്ക് കൂടി അതിന് പങ്കുണ്ട് എന്നുള്ള വിലയിരുത്തലിൽ സ്വന്തമായ ചില കാര്യങ്ങൾ ചെയ്യുന്നു. അതായത് മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് ഒഴിവാക്കി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നു. കാര്യങ്ങൾ കൃത്യമായി താൻ സ്വന്തം നിലയിൽ നിർവഹിച്ചില്ലെങ്കിൽ തൻ്റെ വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിൽ നഷ്ടമുണ്ടാകുമെന്നുള്ള ബോധ്യം ആ വ്യക്തിക്കുണ്ടാകുന്നു. ആ വ്യക്തി നിങ്ങളുമായി ഒരു റീയൂണിയൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ആ റീയൂണിയന് തടസ്സമായിരുന്ന ആരൊക്കെയാണോ അവരുടെ വാക്കുകൾ ഇനി മുതൽ നിങ്ങളുടെ വ്യക്തി കേൾക്കുന്നില്ല. നിങ്ങൾ റീയൂണിയനിലേക്ക് വരുന്നു.
അടുത്തതായിട്ട് പരുന്ത് പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. തീർച്ചയായിട്ടും ആ വ്യക്തിയെ നിങ്ങളെ ആ വ്യക്തി സ്നേഹിച്ചിരുന്നു. പക്ഷെ ആ വ്യക്തിയുടെ ചില ചിന്തകളുടെ വലിപ്പം മൂലം, അല്ലെങ്കിൽ ചില മനോഗതികളുടെ ഉയർച്ച മൂലം, അസാധാരണമായ ചില പെരുമാറ്റ രീതികൾ ആ വ്യക്തിയുടെ ഭാഗത്തുനിന്നുണ്ടായി. നിങ്ങൾ ഒരടിമയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു വഴിയില്ല ആ വ്യക്തിയെ സ്നേഹിക്കാതെ, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വലിയ യോഗ്യതയുണ്ട് എന്നുള്ളൊരു അഹങ്കാരം മറ്റോ, അല്ലെങ്കിൽ താൻ പെരുമയോ ഒക്കെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൽ വന്നു. അമിതമായൊരു ആത്മവിശ്വാസം ഉണ്ടാകുകയും എന്നെ കഴിഞ്ഞിട്ട് മറ്റാരുമില്ല എന്നുള്ള ചിന്ത ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകുകയും ചെയ്യും. തത്ഫലമായി പല കാര്യങ്ങളിലും നിങ്ങളെ അവഗണിക്കാനും നിങ്ങളെ അംഗീകരിക്കാതിരിക്കാനും, നിങ്ങൾ വലിഞ്ഞു കയറി വന്ന ഒരാളാണെന്നുള്ളൊരു ചിന്തയിൽ ആ വ്യക്തി നിങ്ങളോട് പെരുമാറുകയൊക്കെ ചെയ്തു. ഇതെല്ലാം സഹിച്ച് ആ വ്യക്തിയെ സ്നേഹിക്കുന്ന നിങ്ങൾ മുന്നോട്ട് പോയി. പക്ഷെ ചില ഘട്ടങ്ങളിൽ നിങ്ങൾക്കൊട്ടും സഹിക്കാൻ കഴിയുന്ന പ്രവൃത്തിയായിരുന്നില്ല ആ വ്യക്തിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. എല്ലാം സഹിച്ചപ്പോഴും മൗനമായിട്ടിരുന്നപ്പോഴും പല ആളുകളും നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ കൂടുതൽ അകറ്റാനായിട്ട് ശ്രമിച്ചു. അത് ഉണ്ടാകാൻ കാരണം ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് സ്വയമേവ ഉണ്ടായ ചില പ്രവൃത്തികളും കാരണമായി. ആ വ്യക്തി വളരെ കാർക്കശ്യത്തോടെ ചില കാര്യങ്ങൾ പറഞ്ഞു. മറ്റു ചില ആളുകളെ ആകർഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റു ചില ആളുകളുടെ സ്നേഹം കിട്ടാൻ വേണ്ടിയും ആ വ്യക്തി പ്രവർത്തനം തുടങ്ങി. അതുകൂടിയായപ്പോൾ വലിയ പ്രതിസന്ധി നിങ്ങളുടെ ബന്ധത്തിലുണ്ടായി. ഏതാണ്ട് വലിയൊരു ഗ്യാപ്പ് ഉണ്ടാകുകയും ഒരകൽച്ച അവിടെ സംഭവിക്കുകയും ചെയ്തു. നിങ്ങളെ ഒന്നിനും വേണ്ട, അല്ലെങ്കിൽ നിങ്ങളെ ഇനി ഒന്നിനും പരിഗണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ബോധ്യത്തിലേക്കൊക്കെ ആ വ്യക്തി എത്തി. തൽഫലമായിട്ട് ആ വ്യക്തി എടുത്ത തീരുമാനങ്ങൾ, ആ വ്യക്തി മുന്നോട്ട് വെച്ച അഭിപ്രായങ്ങൾ, അതെല്ലാം വലിയ തരത്തിലുള്ള അകൽച്ചയ്ക്ക് കാരണമായി. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ലെങ്കിലും അകൽച്ച നിങ്ങളെ വേദനിപ്പിച്ചു, നിങ്ങൾക്ക് വിഷമമായി. പക്ഷേ നിങ്ങൾ മനസ്സുരുകി നിങ്ങളുടെ ശക്തിയോടത് പ്രാർത്ഥിച്ചപ്പോൾ അതിനേക്കാൾ മുമ്പ് തന്നെ തൻ്റെ തെറ്റുകൊണ്ടാണ് തൻ്റെ വ്യക്തി പോയതെന്നുള്ള ചിന്ത നിങ്ങളുടെ വ്യക്തിക്കുണ്ടായി. തൻ്റെ തീരുമാനങ്ങൾ, തൻ്റെ ഈ വക പെരുമാറ്റങ്ങളാണ് കുഴപ്പങ്ങളുണ്ടാക്കിയെന്നുള്ള ബോധ്യം ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. അതിൻ്റെ കുറ്റബോധത്തിൽ ആ വ്യക്തി ഇപ്പോൾ താഴേക്ക് വരികയാണ്. ഏത് കാര്യത്തിലൊക്കെയാണോ നിങ്ങളിൽ നിന്നും അകൽച്ച കാണിച്ചത്, ഇപ്പോൾ അതിനെയൊക്കെ ബോധ്യപ്പെട്ട് ആ വ്യക്തി താഴേക്ക് വരുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. ഇപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലായി തൻ്റെ പല തീരുമാനങ്ങളും തെറ്റായിരുന്നു. താൻ ചില ആളുകളെ വിശ്വസിച്ച് ചില പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു. പക്ഷേ അതൊന്നും ആയിരുന്നില്ല യാഥാർത്ഥ്യം. എൻ്റെ വ്യക്തി ഏറ്റവും മൂല്യമുള്ളതാണെന്നും എൻ്റെ വ്യക്തി എന്നെ സ്നേഹിക്കുന്നത് പോലെ മറ്റാർക്കും എന്നെ സ്നേഹിക്കാൻ കഴിയുകയില്ലെന്നും മറ്റാരും എന്നെ സ്നേഹിക്കുന്നില്ലെന്നും ഉള്ള ബോധ്യത്തിലേക്ക് ആ വ്യക്തി എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ റീയൂണിയന് വേണ്ടി ചിറകുകൾ താഴ്ത്തി തൻ്റെ ഇതുവരെയുള്ള വാശിയും വൈരാഗ്യമൊക്കെ മാറ്റി, എവിടെയെന്ന് വെച്ചാൽ ഞാൻ ഇതാ വരുന്നു എന്നുള്ള രീതിയിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തുകയാണ്. സ്വീകരിക്കുക, നിങ്ങൾ ആഗ്രഹിച്ചതാണിത്. നിങ്ങളെ അവഗണിച്ച് പോയെങ്കിലും അവസാനം നിങ്ങളെ തേടി എത്തിയിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.